Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. ചെറുതാഴം മണ്ടൂരിൽ പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. അവിഞ്ഞി സ്വദേശി കല്ലേർ രാമചന്ദ്രനാണ് മരിച്ചത്. മണ്ടൂർ ജുമാ മസ്ജിദിന് സമീപത്ത് പുലർച്ചെ 5:45 അപകടം നടന്നത്. ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് ഭരിക്കാൻ അറിയില്ലെന്നും എന്നാൽ ഭരിക്കാൻ ആവശ്യമായ വോട്ടുകൾ നേടിയെടുക്കാനുള്ള കഴിവുണ്ടെന്നും ഹൈന്ദവ വൈകാരികതയെ കരുവാക്കിയാണ് ഈ വോട്ടുകൾ നേടിയെടുക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ഷാജി പയ്യന്നൂർ കവ്വായിയിൽ മുസ്ലിം ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡിലെ കുഴികളിൽ മെറ്റലിട്ട് തടിയൂരി PWD. മെറ്റലുകൾ ചിതറിത്തെറിച്ച് ആളുകൾക്ക് പരിക്കേൽക്കുന്നുവെന്നും വാഹന അപകടത്തിന് കാരണമാകുന്നുവെന്നും നാട്ടുകാർ. പയ്യന്നൂർ നഗരസഭ 14ാം പഞ്ചവത്സര പദ്ധതി 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. കണ്ടോത്ത് കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V. സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചെറുതാഴം മണ്ടൂരിൽ പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. അവിഞ്ഞി സ്വദേശി കല്ലേൻ രാമചന്ദ്രനാണ് മരിച്ചത്. മണ്ടൂർ ജുമാ മസ്ജിദിന് സമീപത്ത് പുലർച്ചെ 5:45 അപകടം നടന്നത്. മണ്ടൂരിൽ പ്രഭാത സവാരിക്കിടെ മധ്യവയസ്കൻ വാഹനം തട്ടി മരിച്ചു. അവിഞ്ഞിയിലെ കല്ലേൻ രാമചന്ദ്രനാണ് വാഹനം തട്ടി മരണപ്പെട്ടത്. മണ്ടൂർ ജുമാ മസ്ജിദിന് സമീപം രാവിലെ 6 മണിയോടെയാണ് സംഭവം നടന്നത്. ഇടിച്ച വാഹനം നിർത്താതെ പോയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചുമടുതാങ്ങിയിൽ നിന്ന് അപകടത്തിനിടയാക്കിയ വാഹനത്തെയും ഡ്രൈവർ തൃശൂർ സ്വദേശി വിനുവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ നിന്നും കാസർഗോഡേക്ക് ഗ്ലാസുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടമുണ്ടാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് ഭരിക്കാൻ അറിയില്ലെന്നും എന്നാൽ ഭരിക്കാൻ ആവശ്യമായ വോട്ടുകൾ നേടിയെടുക്കാനുള്ള കഴിവുണ്ടെന്നും ഹൈന്ദവ വൈകാരികതയെ കരുവാക്കിയാണ് ഈ വോട്ടുകൾ നേടിയെടുക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ഷാജി പയ്യന്നൂർ കവ്വായിൽ മുസ്ലിം ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയ പ്രശ്നത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഭരിക്കുന്നവർ തന്നെ വർഗീയത പ്രചരിപ്പിക്കുകയാണെന്നും KM ഷാജി അഭിപ്രായപ്പെട്ടു. കൊള്ളരുതായ്മകളോ നിലപാടുകളോ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ സ്ഥിതി എന്താണ്? വില എന്താണ്? ഓരോ ദിവസവും നമ്മുടെ പണത്തിന് ഓരോ മാസവും നമുക്ക് കൂടുതൽ ചെലവഴിക്കപ്പെടേണ്ടുന്ന അവസ്ഥ വരികയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം, കേരളത്തിന്റെ സാംസ്കാരിക രംഗം, കേരളത്തിന്റെ ക്രമസമാധാന രംഗം, കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ എല്ലാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇതൊന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തവണ്ണം നമ്മുടെ ശ്രദ്ധയെ മാറ്റിവിടാൻ വേറെ ചില കാര്യങ്ങളാണ് മുമ്പിൽ വന്നു നിൽക്കുന്നത്. CH അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, SA ഷുക്കൂർ ഹാജി, KK അഷ്റഫ്, ഇക്ബാൽ കോയിപ്ര, VK ഷാഫി, A നസീമ, ഹസീന കാട്ടൂർ, AP ഹാരിസ്, ഫായിസ് കവ്വായി തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോടിയായി കൊച്ചി കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 14ാം പഞ്ചവത്സര പദ്ധതി 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. കണ്ടോത്തെ കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V. സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു.
നിയമസഭ അത് അംഗീകരിച്ച്. അതുപോലെ 73-74 ചട്ടം ഭേദഗതികളുടെ ഭാഗമായി കൂടിയാണ് അധികാര വികേന്ദ്രീകരണം വികേന്ദ്രീകൃത ആസൂത്രണവും ആരംഭിക്കുന്നത്. 1996 കേരളത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 97 മുതൽ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ ഘട്ടം മുതൽ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലിലൂടെ ഈ പദ്ധതി ആസൂത്രണം നമ്മൾ ആരംഭിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ VP ഹൃദ്യമോൾ ഹരീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 2024-25 വർഷത്തെ പദ്ധതി അവലോകനവും വികസന കാഴ്ചപ്പാടും വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ചു. 2025-26 വർഷത്തെ പദ്ധതി നിർദ്ദേശങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ജയ അവതരിപ്പിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ബാലൻ, T വിശ്വനാഥൻ, TP സമീറ, കൗൺസിലർ KK ഫൽഗുനൻ, മുൻ MLA C കൃഷ്ണൻ, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ V നാരായണൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, പദ്ധതി കോർഡിനേറ്റർ VP സുകുമാരൻ, പ്ലാൻ ക്ലർക്ക് TP ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡിലെ കുഴികളിൽ മെറ്റലിട്ട് തടിയൂരി PWD. മെറ്റലുകൾ ചിതറിത്തെറിച്ച് ആളുകൾക്ക് പരിക്കേൽക്കുന്നുവെന്നും വാഹന അപകടത്തിന് കാരണമാകുന്നുവെന്നും നാട്ടുകാർ. 4 വർഷം മുൻപ് തീരദേശ ഹൈവേയുടെ ഭാഗമായി സർവേ നടന്ന പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡിൽ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ കഴിയാത്തതിനെക്കുറിച്ച് നെറ്റ്വർക്ക് വാർത്തകൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലക്കോട് ഹാർബറിലേക്ക് അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ അവസ്ഥ അനുദിനം വഷളായി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് കൂനിന്മേൽ കുരു പോലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കുഴിയടക്കൽ പ്രക്രിയ നടന്നത്. പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചവരവിനോടനുബന്ധിച്ച് ചില കുഴികളിൽ മെറ്റലിടുകയായിരുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ ഈ മെറ്റൽ ചിതറിത്തെറിക്കുന്നതാണ് പുതിയ പ്രശ്നം. PWD മെയിൻ്റനൻസ് വിഭാഗം അറ്റകുറ്റപ്പണി എന്നുള്ള പേരിൽ ജില്ലി കുഴിയിൽ കൊണ്ടു നിറച്ച് കാൽനട യാത്രക്ക് പോലും ദുരിതമാവുകയും അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ വാഹനം കടന്നു പോകുമ്പോൾ അതുവഴി കടന്നുപോയ കാൽനട യാത്രക്കാർക്ക് ഇതിൽ നിന്ന് ജില്ലി തെറിച്ച് കാലിന് പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡാണിത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടക്കുന്നില്ല, ഇതിലൂടെ യാത്ര സുഗമമായി നടക്കുന്നില്ല എന്ന വലിയ പരാതിയാണ് ഈ നാട്ടുകാർക്കുള്ളത്. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പയ്യന്നൂർ PWD എത്തുകയും ഇവിടെ കുഴികളിൽ ജില്ലി നിറക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യം മാത്രമാണ് വർഷങ്ങളായി ഇവിടെ ഒരു അറ്റകുറ്റപ്പണി എന്ന രീതിയിൽ നടന്നത്. തീരദേശ ഹൈവേയുടെ അക്വിസിഷൻ വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ നടക്കാത്തത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ യാത്രാ ദുരിതം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതിലൂടെ യാത്ര ചെയ്യുന്നവരുടെ നേരിൽ ഈ കരിങ്കൽ ചീളുകൾ വന്ന് പതിക്കുന്ന സംഭവമൊക്കെയും ഉണ്ടായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കാവ്യ സദസ്സ് സംഘടിപ്പിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. 19 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കാവ്യ സദസ്സ് സംഘടിപ്പിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. ഒരു പാർട്ടി ബ്രാഞ്ച് അംഗം കറുത്ത ഷർട്ടും കറുത്ത കൈലിയും രുദ്രാക്ഷവും ഭസ്മോട്ട് നിൽക്കുന്നതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ നാട്ടിലേക്ക് ആ കാലത്ത് ഇപ്പോഴൊന്നുമല്ല കേട്ടോ, വളരെ പണ്ട് അമ്പലം കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാണ്ട് എതിർവശത്തേക്ക് നോക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് സഖാവ് ഇങ്ങനെ? നമ്മൾക്ക് ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു സഖാവ് ഇങ്ങനെ കറുത്ത കൈലിയും രുദ്രാക്ഷപ്പെട്ടു. അതൊക്കെ ഒരു കഥ. എനിക്കത് കഥയല്ല പുള്ളിയുടെ അനുഭവം. ജീവിതത്തിൽ ഒന്നും തെറ്റോ, എന്താ വേണ്ടത്, എന്തിനാണ് ചേർക്കേണ്ടത്, എന്തിനാണ് ചേർക്കാതെ. ഇപ്പം നമ്മൾ പറയുക ചില അക്ഷരങ്ങൾ തമ്മിൽ ചേർക്കുന്ന കവിതയിൽ ചില അക്ഷരങ്ങൾ തമ്മിൽ ചേർക്കുന്നത് കുഴപ്പമെന്ന് പറയും.
സി രാവുണ്ണി, മാധവൻ പുറച്ചേരി, സുബീഷ് തെക്കൂട്ട്, ഉദയ പയ്യന്നൂർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനവും നടന്നു. ഡോക്ടർ ജിനേഷ് കുമാർ എരമം അധ്യക്ഷത വഹിച്ചു. പി സജികുമാർ, ടി വി പവിത്രൻ, എം വി മോഹനൻ, കെ വി ശ്രീധരൻ, എ സുരേഷ്, ഭാസ്കരൻ കച്ചേരി, പി കെ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നിരോധനവും ബോധവത്കരണവും ഒരു വശത്ത് നടക്കുമ്പോഴും സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗവും അത് സംബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളും ഗുരുതരമായ നിലയിൽ വർദ്ധിക്കുന്നതായി കണക്കുകൾ. ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ലഹരിക്ക് അംഗീകാരം നൽകിയിട്ടുള്ള സാമൂഹിക ക്രമം വന്നതിന്റെ പരിണിത ഫലമാണ് കൂടുതൽ ലഹരി തേടിയുള്ള യാത്രയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാം ഡീപ് റിപ്പോർട്ട്. ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിലേക്ക് പരിണമിക്കുമ്പോൾ ആ ഭൗതിക വികാസത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് മലയാളി. പൊതുവിദ്യാഭ്യാസം മുതൽ പൊതുജനാരോഗ്യം വരെയുള്ളവയിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒന്നായി കേരളം മാറിയിട്ടുമുണ്ട്. എന്നാൽ ഇതിന് ഒരു ഇരുണ്ട മറുപുറമുണ്ടെന്ന് നാം സാവധാനം തിരിച്ചറിയുകയാണ്. രാസലഹരിയും അമിത ഭക്തിയും അന്ധവിശ്വാസവും നമ്മുടെ നാടിനെയും കാർന്നു തിന്നു തുടങ്ങിയിരിക്കുന്നു. ഇലന്തൂർ നരബലി കേസിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യമാംസം ഭക്ഷിക്കുന്നിടത്തേക്ക്, ഇരുചെവി അറിയാതെ അച്ഛന്റെ മരണം സമാധിയാക്കുന്നിടത്തേക്ക്, താമരശ്ശേരി പുതുപ്പാടിയിൽ മയക്കുമരുന്നിനടിമയായ മകൻ പെറ്റമ്മയെ വെട്ടിക്കൊല്ലുന്നിടത്തേക്ക് നാം എത്തിക്കഴിഞ്ഞു. മസ്തിഷ്ക അർബുദത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പിലായിരുന്ന മാതാവിനെ ദയയുടെ കണിക പോലും ഇല്ലാതെ കൊലപ്പെടുത്തിയ ശേഷം എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷ നടപ്പാക്കുകയാണ് ഞാൻ ചെയ്തതെന്ന് മടിയില്ലാതെ പറഞ്ഞത് ലഹരിക്കടിമപ്പെട്ടവർ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൗര്യം കൈവരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഓരോ കുടുംബത്തിലും ലഹരി വിധിക്കുന്ന ഭീതിയും വേദനയും അപമാനവും ഏറെയാണ്. ഇവരിൽ പലരും സ്വയം നശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു നാടിനെ ഒന്നാകെ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുക കൂടിയാണ്. ഡോക്ടർ വന്ദനാദാസിനെ ആശുപത്രിയിൽ കുത്തിക്കൊന്നത് മയക്കുമരുന്നടിച്ച ക്രിമിനലായിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ടയാളാണ് ഈയിടെ തൃശൂരിൽ റോഡരികിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യർക്ക് മേൽ ലോറി കയറ്റിയിറക്കിയത്. സ്കൂളിലും കലാലയങ്ങളിലും നടക്കുന്ന ചില കൂട്ടത്തല്ലുകളിലും റാഗിങ്ങളിലുമെല്ലാം ലഹരിയാണ് വില്ലൻ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമൊക്കെയാണ് കേരളത്തിലേക്ക് മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും എത്തിക്കുന്നത്. അവയുടെ കണ്ണിയറുക്കാൻ നിയമ സംവിധാനത്തിന് സാധിക്കുന്നതേയില്ല. MDMA, ഹാഷിഷ് ഓയിൽ, LSD സ്റ്റാമ്പ്, ബ്രൗൺ ഷുഗർ, കൊക്കെയിൻ, ഹെറോയിൻ ഇവിടെ എല്ലാം സുലഭമാണ്. ലഹരിയുടെ സമാന്തര അധോലോകം ഇവിടെ ശക്തമാണ്. ചില ലഹരി വാഹകരെ അറസ്റ്റ് ചെയ്തതുകൊണ്ടൊന്നും ഇതിന് പരിഹാരമാകില്ല. പിടിക്കപ്പെടുന്നവർക്ക് ആ ലഹരി വസ്തു എവിടുന്ന് കിട്ടിയെന്ന ഉറവിടം വരെ നീളുന്ന അന്വേഷണമോ നടപടിയോ നടക്കാത്തത് തന്നെയാണ് പ്രശ്നം. നിയമത്തിലെ പഴുതുകളും ഇവർക്ക് ആനുകൂല്യമൊരുക്കുന്നുണ്ട്. 1985 NDPS ആക്ടിലെ 64A ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. കുറ്റാരോപിതനായ വ്യക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് സ്വയം സന്നദ്ധമായാൽ കേസിൽ നിന്ന് ഒഴിവാക്കാൻ അവസരമൊരുക്കുന്നതാണ് ഈ വകുപ്പ്. അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നവരല്ല, കുടുംബ ബന്ധങ്ങളുടെ മാധുര്യം തിരിച്ചറിയുന്നവരാണ് നാടിനു വേണ്ടത്. സ്നേഹപൂർണമായ ജീവിതമാണ് യഥാർത്ഥ ലഹരി. അത് വ്യക്തികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിന് തന്നെയാണ്. പയ്യന്നൂർ നഗരസഭയുടെയും കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. നിലവിൽ സംരംഭങ്ങൾ നടത്തിവരുന്നവർക്കും പുതുതായി സംരംഭം തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സംരംഭക സഭയിൽ നൽകി. ചടങ്ങിൽ പുതിയ സംരംഭകർക്കുള്ള ലോൺ അനുമതി പത്രവും വിതരണം ചെയ്തു. തളിപ്പറമ്പ് താലൂക്ക് വ്യവസായ ഓഫീസർ സതീശൻ കോടഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. ജയ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ വ്യവസായ വികസന ഓഫീസർ സ്മിത RK, ബാങ്ക് പ്രതിനിധികൾ, GST ജൂനിയർ സൂപ്രണ്ട് രാധ O, KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ, FLC പവിത്രൻ എന്നിവർ വിവിധ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T. വിശ്വനാഥൻ, സജിത VV, TP സമീറ, കൌൺസിലർ B. കൃഷ്ണൻ, നഗരസഭാ സൂപ്രണ്ട് ശിവജി CK തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിജ്ഞാനത്തിന്റെയും കൂട്ടായ്മയുടെയും കേന്ദ്രമായി മാറുന്ന വായനശാലകൾ ഇക്കാലത്തും നിലനിർത്തേണ്ട ആവശ്യകത ഏറെയാണെന്ന് M. വിജിൻ MLA. പഴയങ്ങാടി ജ്ഞാനോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷമാണ് ജ്ഞാനോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ആഘോഷത്തിന്റെ സമാപന സമ്മേളനമാണ് വായനശാല പരിസരത്ത് നടന്നത്. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വായനശാലകളെ സംരക്ഷിക്കുന്നതിനായി
സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലാണ് ഉണ്ടാവുന്നത്. വായനശാലകൾ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും MLA പറഞ്ഞു. വായനശാലയ്ക്ക് നമുക്ക് പുസ്തകങ്ങളും മറ്റുമൊക്കെ നൽകാൻ വേണ്ടി പറ്റും. അതെല്ലാം നമുക്ക് ഏത് രീതിയിൽ ഈ വായനശാലയെ MLA നിലയിൽ സഹായിക്കാൻ പറ്റും, ആ സഹായങ്ങളെല്ലാം ജ്ഞാനോദയ വായനശാല ഗ്രന്ഥാലയത്തിന് കൂടി നൽകും എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഇനിയും ഊർജ്ജസ്വലമായി നിരവധി വർഷങ്ങൾ വായനശാല മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് ചടങ്ങിൽ KT മനോഹരൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര മുഖ്യാതിഥിയായി. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, PK വിശ്വനാഥൻ, P. ബാലൻ, P. മുരളീധരൻ, K. കൃഷ്ണൻ, K. ബാലൻ, V. ചന്തുകുട്ടി, KK മധുസൂദനൻ, ബാലൻ കളത്തിൽ, P. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാലിന്യം നിറഞ്ഞ് ചീമേനിയിലെ റോഡുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, വാഹനങ്ങളുടെ സീറ്റുകൾ തുടങ്ങിയവയെല്ലാം പാതയോരങ്ങളിൽ കാണാം. ടൗൺ മാത്രം ശുചിയാക്കി ചുറ്റുമുള്ള റോഡുകൾ നിറയെ മാലിന്യം തള്ളിയിരിക്കുകയാണ് ഇവിടെ. ചീമേനി കാങ്കോൾ റോഡിൽ ഇരുഭാഗത്തും മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്. ബാക്കി വന്ന സിമന്റ്, വാഹനങ്ങളുടെ കുഷ്യൻ, പലവിധ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലാം വഴിയരികിൽ തള്ളിയിരിക്കുകയാണ് ഇവിടെ. ചെറുവത്തൂർ റോഡിലെ സ്ഥിതിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മുതൽ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങൾ ഇവിടെയും കാണാം. ടൗൺ മാത്രം പേരിന് ശുചീകരിച്ച് ചെടിച്ചട്ടികൾ വച്ചതുകൊണ്ട് എന്ത് കാര്യമെന്ന് കാണുന്നവർ ചോദിച്ചാലും അതിനെ തെറ്റുപറയാനാകില്ല. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധവാരം ആചരിച്ചത് ഈയിടെയായിരുന്നു. ഈ ആചരിക്കലുകൾ പ്രവൃത്തിയിൽ വരുന്നില്ലെന്ന് പാതയോരങ്ങൾ കാട്ടിത്തരും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 25 സംവത്സരങ്ങൾക്ക് ശേഷം മാർച്ച് 5 മുതൽ 12 വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ അമ്മവല്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഓഡിയോ വീഡിയോ കമ്മിറ്റി തയ്യാറാക്കിയ പടക്കത്തിയമ്മ പെരുങ്കളിയാട്ട ഗാനങ്ങൾ പുറത്തിറക്കി. സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നമ്മൽ പ്രകാശനം നിർവഹിച്ചു. പെരുങ്കളിയാട്ട ഭാഗമായി ഒരുക്കിയ 6 ഗാനങ്ങളാണ് രാമവല്യം കഴകം പരിസരത്തൊരുക്കിയ പൊതുചടങ്ങിൽ പ്രകാശനം ചെയ്തത്. പെരുങ്കളിയാട്ടത്തിലെ പ്രധാന ദേവതയായ പടക്കത്തിയമ്മയെക്കുറിച്ച് തയ്യാറാക്കിയ ഗാനസമാഹാരത്തിലെ ശരണാംബിക എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ആസ്വാദകർക്ക് വിസ്മയ കാഴ്ചയായി. സിനിമാ സംഗീത സംവിധായകൻ തൃക്കരിപ്പൂരിലെ സുദർശൻ ഒളവറയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. പ്രമുഖ ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കക്കുന്നം പത്മനാഭൻ, മോഹൻ ഉദിനൂർ, പ്രശാന്ത് പെരിങ്ങേത്ത്, പ്രകാശൻ പേക്കടം എന്നിവരാണ് ഗാനങ്ങളുടെ രചന നിർവഹിച്ചത്. രഘുറാം മണികണ്ഠൻ, മേഘ തമ്പാൻ, സഞ്ജയൻ ഒളവറ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. പെരുങ്കളിയാട്ട ഗാനങ്ങളുടെ പ്രകാശന ചടങ്ങ് സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നുമൽ പ്രകാശനം നിർവഹിച്ചു. ഓഡിയോ വീഡിയോ കമ്മിറ്റി ചെയർമാൻ A. കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ മുഖ്യാതിഥിയായിരുന്നു. ബാലഗായിക റാനിയ റഫീഖ്, ഓഡിയോ വീഡിയോ കമ്മിറ്റി കൺവീനർ മോഹൻ കുറ, സംഘാടക സമിതി ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, ട്രഷറർ PP കുഞ്ഞിക്കണ്ണൻ, രാമവല്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ, വർക്കിംഗ് ചെയർമാൻമാരായ K. ശശിധരൻ, CV കണ്ണൻ, PV ബാബു, അനൂപ് കുമാർ പേക്കടം, മിൻഷ രാജീവ്, കൃഷ്ണപ്രിയ ധനീഷ്, ഡോക്ടർ അമൃത നവനീത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റ് ത്രയംബോസ് ആരംഭിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റ് ത്രയംബോസ് ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള 25ഓളം കോളേജുകളിൽ നിന്നായി 250-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പയ്യന്നൂർ കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ 2-ഡേ നാഷണൽ മാനേജ്മെന്റ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്നും നാളെയുമായിട്ടാണ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. മംഗലാപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ഏകദേശം 20 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അറൗണ്ട് 250 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. 9 ഇവൻറ്റ്സ് ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിലുള്ളത്. 4 മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസും 5 നോൺ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് സ്പോർട്ട് ഇവൻറ്റ്സും ആണുള്ളത്. ഏകദേശം ഓരോ ഇവൻറ്റിലും അറൗണ്ട് 15 ടീംസ് വെച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് മാനേജ്മെന്റ് ടീം, മാർക്കറ്റിംഗ് ഗെയിം, HR ഗെയിം, ബിസിനസ് ക്വിസ് തുടങ്ങിയ മാനേജ്മെന്റ് ആക്ടിവിറ്റികളും ഫോട്ടോഗ്രാഫി, ക്രിസ്റ്റൽ മേസ്, മൂവി ക്വിസ്, മെഹന്തി, പെനാൽറ്റി ഷൂട്ടൌട്ട് തുടങ്ങിയ സ്പോർട്ട് ആക്ടിവിറ്റികളും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നവകേരളത്തിനായി ജനകീയാസൂത്രണം വാർഷിക പദ്ധതി 2025-26 ഭാഗമായി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ കൂവപ്പുറത്ത് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി നിർമ്മല കരട് പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വി നാരായണൻ ക്രോഡീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എച്ച് പ്രദീപ് കുമാർ, കെ അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പത്മിനി, കെ മോഹനൻ, ഷാജി കല്ലേൻ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ദിലീപ് പുത്തലത്ത്, വാർഡ് മെമ്പർ അജേഷ് കെ വി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ കുണിയനിൽ പാടങ്ങളിൽ നട്ട ഞാറുകൾ പൂർണ്ണമായും വിരിയാതെ നിൽക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഒപ്പം പാടത്തിറങ്ങി കുറുക്കനും മറ്റും നെൽകൃഷി നശിപ്പിക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കുകയാണ്. കരിവെള്ളൂർ കുണിയനിൽ ഒരു പാടത്ത് ഒരേ സമയം നട്ട ഞാറുകൾ പകുതി വിരിഞ്ഞും പകുതി അതേപോലെയും നിൽക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഈ ഭാഗത്ത് തെരുവ് വിളക്ക് പ്രകാശിച്ചു നിൽക്കുന്നതിനാൽ രാത്രി എത്തേണ്ടുന്ന ശലഭങ്ങൾ എത്താത്തതുവഴി പരാഗണം നടക്കാത്തതാകാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. കുറച്ചു കാലമായി ഈ നെല്ലിങ്ങനെ വിരിയാതെ നിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കുറേ കാലമായി ഞങ്ങൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി നോക്കുന്നത്. അത് എന്താണെന്ന് മനസ്സിലാവാതപ്പോൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയതെന്ന് വെച്ചാൽ ഈ സീറ്റ് ലൈറ്റ് ഈടി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പരാഗണങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വളക്കും ഈ നെല്ല് ഇതുപോലെ തന്നെ വിരിയാതിരിക്കുന്നു. കൂടാതെ ചിലയിനം കൊക്കുകളും കുറുക്കന്മാരും നെൽച്ചെടി നശിപ്പിക്കുന്നതും പതിവാണെന്ന് കർഷകർ പറയുന്നുണ്ട്. എല്ലാം കൊണ്ടും കർഷകർക്ക് നെൽകൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പാടത്തേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങളും കർഷകരുടെ പ്രതീക്ഷയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി വാടിക്കൽ താരാപുരം ദുർഗാംബിക ക്ഷേത്ര പരിസരത്ത് മിനി മാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം നിർവഹിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പരാഗൻ, മാടായി പഞ്ചായത്ത് അംഗങ്ങളായ MP കുഞ്ഞിക്കാതിരി, കെ വി റിയാസ്, താരാപുരം ക്ഷേത്രസമിതി പ്രസിഡന്റ് ഗോപാലൻ NV, വിവേക് വാടിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽകുമാർ, മാടായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സെന്റർ നമ്പർ 20 കടന്നപ്പള്ളി അംഗൻവാടിയിൽ പോഷൻ വാടിക ആരംഭിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സെന്റർ നമ്പർ 20 കടന്നപ്പള്ളി അംഗൻവാടിയിൽ പോഷൻ വാടിക ആരംഭിച്ചു. അംഗൻവാടികളിൽ കുട്ടികളുടെ പോഷണ നിലവാരം വിഷവിമുക്ത പച്ചക്കറികളിലൂടെ നൽകുന്നതിന് വേണ്ടിയാണ് പോഷൻ വാടിക ഒരുക്കുന്നത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കൃഷി ചെയ്യുന്നത്. പച്ചക്കറി വിത്ത് നട്ടുകൊണ്ട് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ കടന്നപ്പള്ളി അംഗൻവാടിയിലാണ് ഇന്ന് ഈ വിശാലമായിട്ടുള്ള സ്ഥലം നമുക്ക് ഇത്തരത്തിൽ പച്ചക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുക്കി ഇവിടെ ലഭ്യമാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ കേരളത്തെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിലാണ് കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന വിഷമയമായിട്ടുള്ള അമിതമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൾപ്പെടെ കീടനാശിനികൾക്ക് ഉപയോഗിച്ച് കൃഷി ചെയ്ത പച്ചക്കറികളും മറ്റുമാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് പലമാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി സുധാകരൻ, ICDS സൂപ്പർവൈസർ BK സൗമ്യ, അംഗനവാടി ജീവനക്കാർ KC അജിത, KP തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ K പത്മിനി അധ്യക്ഷയായി. KV സുരേഷ് ബാബു, TM സതീശൻ, KG ബിന്ദുമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വയോജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സഭയിൽ ചർച്ച ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSSPU കരിവെള്ളൂർ സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. KSSPU ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി VV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSSPU കരിവെള്ളൂർ പെരളം സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി KSSPU ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി VV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ K രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. KV നളിനി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ വച്ച് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള GD മാസ്റ്റർ അവാർഡ് നേടിയ വൈക്കത്ത് നാരായണൻ മാസ്റ്ററെ അനുമോദിച്ചു. K കരുണാകരൻ മാസ്റ്റർ ആദരിക്കലും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. K സുധാകരൻ മാസ്റ്റർ, R ഗംഗാധരൻ മാസ്റ്റർ,
പി സുശീല ടീച്ചർ, പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, എ വി നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമവും പഞ്ചായത്ത് വയോജന ക്ലബ്ബ് രൂപീകരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമവും പഞ്ചായത്ത് വയോജന ക്ലബ്ബ് രൂപീകരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കില റിസോഴ്സ് പേഴ്സൺ മദനമോഹൻ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് പി രോഹിണി അധ്യക്ഷയായി. അസിസ്റ്റന്റ് സെക്രട്ടറി എം വി സുമേഷ്, ടി വി ഉണ്ണികൃഷ്ണൻ, പി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വയോജന ക്ലബ്ബ് വർണ്ണപ്രഭയുടെ സെക്രട്ടറിയായി പി ദാമോദരനെയും പ്രസിഡന്റായി എം രവീന്ദ്രനെയും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KSSPU വെള്ളൂർ യൂണിറ്റ് 33ാം വാർഷിക സമ്മേളനം വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപുരയിൽ നടന്നു. PV ലക്ഷ്മണൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അടിത്തറ വർദ്ധിപ്പിക്കണം. അടിത്തറ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്പർഷിപ്പ് കൂടുതൽ ഉണ്ടാക്കുക, ഉള്ള മെമ്പർമാരെ ശക്തിയുള്ളവരാക്കുക, കൂട്ടായ്മ ഉണ്ടാക്കുക. ആ ഒരു ഇടപെടൽ നടത്തിയാൽ മാത്രമേ നമ്മുടെ പെൻഷൻ സംഘടനയുടെ പെൻഷൻ സമൂഹത്തിന്റെ സംഘശക്തി വർദ്ധിക്കുന്നതോടൊപ്പം എണ്ണവും വണ്ണവും വർദ്ധിക്കണം. സർവീസ് പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും പ്രസ്ഥാനമായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെള്ളൂർ യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപുരയിൽ വെച്ച് നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ KV കുഞ്ഞാദി അധ്യക്ഷത വഹിച്ചു. K തമ്പാൻ, TK രവീന്ദ്രൻ മാസ്റ്റർ, VP മോഹനൻ മാസ്റ്റർ, EP ബാലകൃഷ്ണൻ മാസ്റ്റർ, KK രാജലക്ഷ്മി ടീച്ചർ, MK രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ഓട്ടൻതുള്ളൽ കലാകാരൻ പയ്യന്നൂർ കൃഷ്ണൻകുട്ടി മാസ്റ്ററെയും സരോജിനി ടീച്ചറെയും ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ആവശ്യനിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള സഹായോപകരണങ്ങൾ നൽകുന്നതിനുള്ള ആവശ്യനിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്തപ്പുര സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി ഇത്തരത്തിലുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്ത പദ്ധതി വളരെ വ്യാപകമായ രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടാൻ വല്ല സാഹചര്യങ്ങൾ കൊണ്ടും ഉൾപ്പെടാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന നിലയാണ് നമ്മൾ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിഭാഗത്തിലെ ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ BK സൗമ്യ, വാർഡ് മെമ്പർ MV പ്രീത, കരിവള്ളൂർ CHC ഡോക്ടർ CM നിതിൻ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണൂർ രൂപത ബൈബിൾ കൺവെൻഷൻ ജനുവരി 22 മുതൽ 26 വരെ പിലാത്തറയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ രൂപതയുടെ 11ാമത് പിലാത്തറ വചനാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ജനുവരി 22 മുതൽ 26 വരെ പിലാത്തറ മേരിമാത ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. സുപ്രസിദ്ധ വചനപ്രഘോഷകനായ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. 22-ന് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല, രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കറുപ്പശ്ശേരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന ദിവ്യബലിയോടെയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ഫാദർ പ്രിൻസ് നെല്ലരിയിൽ, KG വർഗീസ്, വിജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുതാഴം മണ്ടൂരിൽ പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. അവിഞ്ഞി സ്വദേശി കല്ലേരി രാമചന്ദ്രനാണ് മരിച്ചത്. മണ്ടൂർ ജുമാ മസ്ജിദിന് സമീപത്ത് പുലർച്ചെ 5:45-നാണ് അപകടം നടന്നത്. ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് ഭരിക്കാൻ അറിയില്ലെന്നും എന്നാൽ ഭരിക്കാൻ ആവശ്യമായ വോട്ടുകൾ നേടിയെടുക്കാനുള്ള കഴിവുണ്ടെന്നും ഹൈന്ദവ വൈകാരികതയെ കരുവാക്കിയാണ് ഈ വോട്ടുകൾ നേടിയെടുക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ഷാജി. പയ്യന്നൂർ കവ്വായിയിൽ മുസ്ലിം ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡിലെ കുഴികളിൽ മെറ്റലിട്ട് തടിയൂരി PWD. മെറ്റലുകൾ ചിതറിത്തെറിച്ച് ആളുകൾക്ക് പരിക്കേൽക്കുന്നുവെന്നും വാഹന അപകടത്തിന് കാരണമാകുന്നുവെന്നും നാട്ടുകാർ.
പയ്യന്നൂർ നഗരസഭ 14ാം പഞ്ചവത്സര പദ്ധതി 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. കണ്ടോത്ത് കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.